തലമുറകളെ വീഴ്ത്തിക്കളയുന്ന അഥവാ തള്ളിയിടുന്ന പിശാചിനെ ഇങ്ങനെ നിങ്ങൾക്ക് ജയിക്കാം. നിങ്ങളുടെ തലമുറകളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാം. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഒത്തിരി നിങ്ങളുൾപ്പെടെയുള്ള ഒത്തിരി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളെ ചൊല്ലിയുള്ള നിങ്ങളുടെ നിരാശകളും വേദനകളും നിറഞ്ഞ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ഒരു പിതാവെന്ന നിലയിൽ ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ആ നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുത്താമെന്ന് പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആദ്യമേ എങ്ങനെ? അതെ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അടുത്ത ഭാഗം ഉത്തരം, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു റെമഡി, ഒരു പരിഹാരം കർത്താവായ യേശുക്രിസ്തു തൻ്റെ മുൻപിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണക്കാരായ ആർക്കെങ്കിലുമല്ല, ശിഷ്യന്മാർക്ക്, കർത്താവിനൊപ്പമായിരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് പ്രാർത്ഥനയും ഉപവാസവും. അപ്പോൾ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്കൊപ്പമുള്ളവർ നിസ്സാരവൽക്കരിക്കാറുണ്ട്. അവിധത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയ ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും. നമുക്കെല്ലാം ഉണ്ട്, ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട്. പക്ഷേ ശക്തമേറിയ പ്രാർത്ഥനയും ഉപവാസവും ഇല്ല. ഒരു നിമിഷം, അത് സത്യമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇന്നത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം. തിരക്ക് പിടിച്ച ലോകം, ഏറെ തിരക്കാണ്. നമുക്ക് പഴയതുപോലെ ഒരുപാട് നേരം ഇരുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഉപവസിക്കുവാനുള്ള സാധ്യതയില്ല. അതുമാത്രവുമല്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇതര മതസ്ഥരായ ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കൊരു പള്ളിയിൽ പോയിരുന്ന് ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സാധ്യമല്ല. നമ്മുടെ സാഹചര്യം അറിയാമല്ലോ. നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവനാണ് ദൈവം, മനുഷ്യൻ മനസ്സിലാക്കിയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് അവസരമുണ്ട് പ്രൈസർ ഫാമിലിയിലൂടെ. അതെ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വീണുപോയ തലമുറകളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ വഴിയെ നിങ്ങൾ വിളിക്കുമ്പോൾ അറിയിക്കാം. എന്നാൽ നമുക്ക് മുമ്പോട്ട് പോയാലോ? നോക്കൂ, ഇവിടെ കർത്താവ് ഒരു റെമഡി ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുകയാണ്. അതിനർത്ഥം പ്രാർത്ഥന, ഉപവാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ പ്രാർത്ഥന കുറയുന്നുവോ, എവിടെ ഉപവാസം കുറയുന്നുവോ അവിടെ പേരിനുള്ളത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അനുഭവിക്കുവാനുള്ളത് ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ, ഉപവാസമുണ്ടോ, വെറുതെ പറയുവാനുള്ളതല്ലാതെ ശരിയായി അനുഭവിക്കുവാനുള്ളത് ഉണ്ടാകും. അപ്പോൾ വിഷയത്തിലേക്ക് 17-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഒരു മനുഷ്യൻ തൻ്റെ മകനുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലെത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ അടുക്കലെത്തുന്നതിന് മുമ്പ് ആദ്യം ശിഷ്യന്മാരെ കാണുന്നു. ശിഷ്യന്മാരോട് താൻ എന്തിനാണ് കടന്നു വന്നത് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കടന്നു വന്നത്? നോക്കൂ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആ പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മത്തായി ഇങ്ങനെയാണ് അവിടെ ആ വിഷയത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീയിലും വെള്ളത്തിലും എൻ്റെ മകൻ വീണുപോകുന്നു. ശ്രദ്ധിക്കുമല്ലോ, തീയിലും വെള്ളത്തിലും വീണുപോകുന്നു. അതിനർത്ഥം അവൻ വീണ് മരിക്കുവാൻ പോകുന്നു. തീയിലും വെള്ളത്തിലും വീണാൽ അങ്ങനെയല്ലേ? ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ മരണം പോലെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തീർന്നില്ല. മർക്കോസ് എന്ന സുവിശേഷകൻ ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 9-ാം അധ്യായം 22-ാമത്തെ വാക്യം, അതവനെ തള്ളിയിടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മത്തായി പറയുന്നു അവൻ വീഴുന്നു, മർക്കോസ് പറയുന്നു അങ്ങനെയല്ല. ആ പിതാവ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി, അവനെ തള്ളിയിടുന്നതാണ്. അവൻ തള്ളിയിടുന്നു എന്ന് പറഞ്ഞാൽ, വീഴുന്നു എന്ന് പറഞ്ഞാൽ സ്വതവേ വീഴുന്നതായിരിക്കാം, എന്തെങ്കിലും ബലഹീനതകൾ കൊണ്ട് വീഴുന്നതായിരിക്കും. എപ്പോഴും ബാധിക്കപ്പെട്ട തലമുറകളെക്കുറിച്ച് ഇപ്പോൾ ഇനി ശ്രദ്ധിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ തലമുറകളെ കൊണ്ട് ബാധിക്കപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ലതും തീയതുമായ കാര്യങ്ങളും നിങ്ങളെ ബാധിക്കും, എന്നെയും ബാധിക്കും. എൻ്റെ മകൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അതുപോലെ മക്കൾ മോശമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ, ചിലതിലൊക്കെ വീണു പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മദ്യപാനത്തിൽ, വ്യഭിചാരത്തിൽ, മോശം കൂട്ടുകെട്ടുകളിൽ, ദോഷകരമായ ഇടപാടുകളിൽ, പരാജയത്തിൽ, തകർച്ചയിൽ, അല്ലേ? ഈ മക്കളെന്ന് പറയുമ്പോൾ 3, 4, 5, 10, 12 വയസ്സുള്ള മക്കൾ മാത്രമല്ല, 3, 4, 10, 12, 15 വയസ്സുള്ള മക്കളുള്ള
അമ്മയപ്പന്മാരും അവർക്ക് അവരുടെ അപ്പനമ്മമാർക്ക് മക്കളാണ്. കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ വലിയ മക്കളും വീണുപോയ ചില വലിയ മക്കളുമുണ്ട്. അവർ സ്വതവേ വീണതിനെക്കുറിച്ച് മാത്രമല്ല, അവരെ തള്ളിയിട്ട അതിന് പിന്നിലെ ഒരു വ്യാപാരം, അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് പിന്നിലെ ഒരു സ്പിരിറ്റ്, അടിക്കടി നിങ്ങളുടെ തലമുറകൾ വീഴുന്നതിന് പിന്നിലെ ആ സ്പിരിറ്റ്, അതിനെ എങ്ങനെ ജയിക്കാം? പ്രാർത്ഥനയാലും ഉപവാസത്താലും. നോക്കൂ, അത് തള്ളിയിടുക. മർക്കോസ് പറയുകയാണ്, അത് തള്ളിയിടുന്നു, മദ്യപാനത്തിലേക്ക് തള്ളിയിടുന്നു, പരാജയത്തിലേക്ക് തള്ളിയിടും. പഠിക്കുന്ന കൊച്ചാണ്, അത് സത്യമാണല്ലോ. ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ട്, എല്ലാ കഴിവുമുണ്ട്, പക്ഷേ പരാജയത്തിലേക്ക് വീണു പോകുന്നു. അല്ല, ഞാൻ പറയും തള്ളിയിടുന്നു. ആര്? പിശാച് അവനെ തള്ളിയിടുന്നു. അപ്പോൾ പിശാചിനെ ജയിക്കണമെങ്കിൽ വടിയെടുത്ത് നിൻ്റെ ചെറുക്കനെ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കുത്തിയിരുന്ന് അവനെ പ്രാഗിയിട്ടോ ശപിച്ചിട്ടോ കാര്യമുണ്ടോ? ഇല്ല. ടീച്ചർമാരെ ഫോണിൽ കൂടെ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഈ പിശാച് നിൻ്റെ തലമുറയെ പിടികൂടിയിരിക്കുന്ന അതേ മാതാവേ, നന്നായി ജീവിക്കേണ്ട, അനുഗ്രഹമായി അവർ സന്തോഷത്തോടെ ജീവിച്ച് അത് കണ്ട് കണ്ണടയ്ക്കണമെന്നതിൻ്റെ ആഗ്രഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തതിൻ്റെ തലമുറ, അവരെ പിടിച്ചിരിക്കുന്ന ആ ബന്ധനം അഴിയണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാണ്. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുന്ന പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, കേൾക്ക്. തലമുറകളെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അവരെ തള്ളിയിടുന്ന ആ പിശാചിനെ യേശു പുറത്താക്കുവാൻ പോകുക. ഷബാറി തലമാശകന് ആമേൻ. നോക്കൂ, അപ്പോൾ പിശാച് തള്ളിയിടുക. എവിടെയാണ് തള്ളിയിടുന്നത്? അവരുടെ ലൈഫ്, അവരുടെ മുൻപോട്ടുള്ള ജീവിതം നശിച്ചു പോകുന്ന ഇടത്തേക്ക് പിശാച് തള്ളിയിടുക. വെള്ളത്തിലും തീയിലും തള്ളിയിടുന്നു. ഇവിടെ ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച. മർക്കോസ് തന്നെ 9-ാമത്തെയും 20-ാമത്തെ വാക്യത്തിൽ പറയുന്നേ, ആത്മാവ് അവനെ വലിച്ചിഴയ്ക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. മീൻസ് നമ്മൾ നടന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഇഴഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെയാണ് പലരുടെയും ജീവിതം മുൻപോട്ട് പോകുന്നത്, അല്ലേ? സഹോദര, നീ ഒരു മകനാണ്, അപ്പോൾ നിന്നെക്കുറിച്ചാണ്. ഇഴഞ്ഞു പോവുക, തള്ളിയിട്ട് ഇഴപ്പിക്കുക, വീഴ്ത്തിക്കളയുക. ജോലിയിൽ നിന്ന് വീഴ്ത്തിക്കളയുന്നു, കുടുംബജീവിതത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുന്നു, സന്തോഷങ്ങളിൽ നിന്ന് വീഴ്ത്തിക്കളയുന്നു, നന്മകളിൽ നിന്ന് വീഴ്ത്തിക്കളയുന്നു. വീഴ്ത്തിക്കളയുക മാത്രമല്ല, വലിച്ചിഴയ്ക്കുക, വലിച്ചിഴച്ചു. അമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആത്മാവ് പെട്ടെന്ന് അവനെ പിടിക്കുന്നു, അവൻ പൊടുന്നനെ നിലവിളിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, പെട്ടെന്ന് ഇവൻ എന്തിനാ ഇങ്ങനെ വയലൻ്റ് ആകുന്നത്? പെട്ടെന്ന് ഇവൾ എന്തിനാ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇല്ലേ? ഒന്ന് നോക്ക് മാതാവേ. കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമല്ല, അവരെ പിടിച്ചിരിക്കുന്ന പിശാചിൻ്റെ ഗുണമാണത്. മീൻസ് അല്ലെങ്കിൽ ആ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പെടുന്നനെ ഇപ്പോൾ ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ വെച്ച് തന്നെ ഉച്ചത്തിൽ സംസാരിക്കുക, മോശമായിട്ട് സംസാരിക്കുക, നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാക്കുക. പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. സ്തോത്രം. പൊടുന്നനെ അങ്ങ് പൊട്ടിത്തെറിക്കുക. നിന്നോടാ, കേൾക്ക്. അതിൽ നിന്ന് കർത്താവിന് നിൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്ത് നേടിയിട്ടും നിൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, നിൻ്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും, നിൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, നിൻ്റെ പ്രിയപ്പെട്ടവരെ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും, പ്രാർത്ഥനയാൽ, ഉപവാസത്താൽ. ആമേൻ. 9:42 പറയുന്നു, ഈ ഭൂതം തള്ളിയിടുന്നു. ആമേൻ. അപ്പോൾ മർക്കോസും ലൂക്കോസും പറയുന്നു, വീഴുന്നതല്ല, തള്ളിയിടുന്നതാണ്. മത്തായിയും പറയുന്നുണ്ട്, അവൻ വീണു, പക്ഷേ യേശു പിശാചിനെ പുറത്താക്കി. അപ്പോൾ അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം പിശാചാണ്. നിൻ്റെ തലമുറ തുടർമാനമായി വീഴുന്നുണ്ടെങ്കിൽ, പരാജയങ്ങളിൽ വീഴുന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ കുടുംബമായി ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആകാത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ, ചെയ്യരുതാത്തത് ചെയ്ത് ജീവിതത്തെ സ്വയം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവർ പിടിപ്പെട്ടു പോകുന്നുണ്ട്. പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ ജാതി നീങ്ങിപ്പോകും. വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിൻ്റെ തലമുറയെ വീഴ്ത്തിക്കളയുന്ന, വലിച്ചിഴയ്ക്കുന്ന, നിനക്ക് പ്രയോജനപ്പെടാതാക്കി തീർക്കുന്ന, കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഐക്യതയിൽ ഒരുമിച്ച് നിൽക്കുവാൻ അനുവദിക്കാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ആ പിശാചിനെ പുറത്താക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. എങ്ങനെയെന്നോ? അതെ, ഉപവാസത്താലെന്ന് പറഞ്ഞു. ഉപവാസം വെറുതെ സംഭവിക്കുന്ന കാര്യമല്ല, നിരന്തരമായ പ്രാർത്ഥനയും ശക്തിയേറിയ കൂട്ടായ്മയും. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുക. ആ പിശാച് പുറത്താകും. ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കും. സന്തോഷത്തോടെ ഈ ദിവസങ്ങൾ മക്കൾക്കൊപ്പം, പ്രിയപ്പെട്ടവർക്കൊപ്പം ആയിരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോൾ അറിയിക്കുന്നതായിരിക്കും.
പ്രാർത്ഥന വിഷയം അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 നമ്മൾ ഒരുമിച്ച് ദിവസസന്നിധിയിലായിരിക്കും. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാം ലൈവാണ് കേട്ടോ. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ ബ്ലെസ്സിങ് ആയിരിക്കും. ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചിനാൽ പിടിപ്പെട്ട് വലിച്ചിഴയ്ക്കപ്പെട്ട് നല്ലതൊന്നും കാണുവാനും അനുഭവിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസിതരായി തലകുനിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗമങ്ങ് വിടിപ്പിക്കണമേ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, തലകുനിയലിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ, തുടർ പരാജയങ്ങൾ ജയമായി തീരട്ടെ. ജോലിയിൽ നിന്ന് വീഴ്ത്തപ്പെട്ടവർ സ്വർഗ്ഗമങ്ങ് പുറത്തു കൊണ്ടുവരണമേ. കരം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഒപ്പമുള്ളവരെ അങ്ങ് ശക്തീകരിക്കണമേ. ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തോടെ അവർ തിരികെ വരുവാൻ സ്വർഗ്ഗമങ്ങ് സഹായിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ, രോഗാത്മാവ് വിട്ടുമാറട്ടെ. കുടുംബങ്ങൾക്കകത്ത് തകർച്ച ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ ഉയർത്തുന്ന പിശാച് വിട്ടുമാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. കടഭാരത്തിൽ കടക്കെണിയിൽ വീഴ്ത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ആ പൈശാചിക ബന്ധനം അഴിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. പിശാച് വെക്കിക്കൂട്ടിയ സ്ഥാനത്ത് നിന്ന്, വലിച്ചിഴയ്ക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇവർ പുറത്തു വരട്ടെ. അങ്ങയുടെ നാമത്വത്തിനായി സ്വർഗ്ഗമങ്ങ് പ്രയോജനപ്പെടുത്തണമേ. തലമുറകളുടെ ഭാവി, മുൻപോട്ടുള്ള ജീവിതം, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കുക. എന്നാൽ നാളെ രാവിലെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.